എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ITI അഡ്മിഷൻ 2024 മെട്രിക് നോൺ മെട്രിക് അഡ്മിഷൻ ആരംഭിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, കോള്, മെസ്സേജ്, ജിമെയിൽ ഒന്നും വന്നില്ല, അപ്പോൾ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നൊക്കെ വിദ്യാർത്ഥികൾ നിരവധിയായ സംശയങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ സംശയങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുക, ഇനി കോള്, ജിമെയിൽ, മെസ്സേജ് ഒന്നും വന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്നൊക്കെ ഉള്ള വിശദമായ ഡീറ്റെയിൽഡാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും റിസൾട്ട്, എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള എല്ലാ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഗവൺമെൻറ് ITI അഡ്മിഷൻ 2024 ITI അഡ്മിഷൻ്റെ മെട്രിക്കിൻ്റെയും നോൺ മെട്രിക്കിൻ്റെയും റാങ്ക് ലിസ്റ്റുകൾ ITI അഡ്മിഷൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യുമ്പോൾ പല സംശയങ്ങൾ ഉന്നയിക്കുന്ന കാര്യമാണ്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 100ഉം 200ഉം അല്ലെങ്കിൽ 1000ഉം 2000ഉം സ്ഥാനത്തൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ റാങ്ക് കാണുമ്പോൾ. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി തന്നെ 10 എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു വിദ്യാർത്ഥി 10 സ്ഥലങ്ങളിൽ 10 ഗവൺമെൻറ് ITIയിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരിടത്ത് മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ബാക്കി 9 സ്ഥലങ്ങളും എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥി സ്വമനസാലെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ 9 വേക്കൻസിയിലേക്ക് താഴെയുള്ള മറ്റ് വിദ്യാർത്ഥികളെ പരിഗണിച്ച് മാക്സിമം എത്ര പേരെ എടുക്കാൻ പറ്റുമോ അത്ര പേരെ അവർ എടുക്കാൻ ശ്രമിക്കും. ഇനി റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ITIയുടെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ITI അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്ത സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, ക്ലിക്ക് ഹിയർ ഫോർ മെട്രിക് ഓൺ നോൺ മെട്രിക് റാങ്ക് ലിസ്റ്റ് എന്ന ലിങ്ക് ആണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ITI കോളേജിൻ്റെ എല്ലാം ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ ലഭ്യം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ കോളേജുകളിലേക്കാണോ, ഏതൊക്കെ ITI കോളേജുകളിലേക്കാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തത് ആ കോളേജുകളുടെ എല്ലാം റാങ്ക് മെട്രിക്കിൻ്റെയും നോൺ മെട്രിക്കിൻ്റെയും റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, കോള്, മെസ്സേജ്, ജിമെയിൽ വന്നതെന്ന് ഇട്ടത് പല വിദ്യാർത്ഥികളും വന്നില്ല എന്ന് തന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പരിചയമുള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമൻറ്റിലൂടെയും ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, കോള്, SMS ജിമെയിലായിട്ടാണ് നിങ്ങളെ അഡ്മിഷന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ക്ഷണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം എപ്പോഴും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞതാണ്, ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യമായാലും +1 അലോട്ട്മെൻറ്റ് കാര്യമായാലും ഏത് അഡ്മിഷൻ്റെ കാര്യമായാലും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആവശ്യം എന്താണ്, ആവശ്യം നമ്മുടേതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ട്, ഈ കോള് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ചിലപ്പോൾ കോള് വരില്ല. കാരണം അത് എന്താണ്, ആവശ്യം നമ്മുടെയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റാങ്ക് ലിസ്റ്റ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം ആ 104 ITI കോളേജിൻ്റെ ഡീറ്റെയിലും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 104 ITI കോളേജുകളെയും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നൊരു 100 ആണെങ്കിൽ നിങ്ങൾ അവിടെ വിളിച്ച് ചോദിക്കുക. പിന്നെ പോലെ ഒരു ITI കോളേജിൽ വിളിച്ച് ചോദിക്കുക, ഹലോ സാറേ, എൻ്റെ റാങ്ക് എന്താണ് മെട്രിക്കിൻ്റെ അല്ലെങ്കിൽ നോൺ മെട്രിക്കിൻ്റെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മെട്രിക്കിൻ്റെ എൻ്റെ റാങ്ക് 100 ആണ്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക.
അന്നേരം അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ അവിടെ സാധിക്കുമോ എന്ന്. അഡ്മിഷൻ എടുക്കാൻ ചില വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ കോളും ജിമെയിലും SMS ഒക്കെ വരാൻ ചിലപ്പോൾ വിട്ടുപോകും. കാരണം അവർക്ക് ഒരുപാട് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോകുന്നതാണ് ചിലപ്പോൾ ഒരാളുടെയൊക്കെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് അവരുടെ നമ്പർ എടുത്ത് അങ്ങോട്ട് വിളിക്കുക. എന്തായാലും നമ്മളിപ്പോൾ റീചാർജൊക്കെ ചെയ്യുന്നുണ്ട്. നെറ്റ് ഒരു മാസത്തേക്കുള്ള റീചാർജൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കോളൊക്കെ അൺലിമിറ്റഡ് ആണ്. നെറ്റ് മാത്രമാണ് 1 GB 2 GB എന്നൊക്കെ പരിധിയുള്ളൂ. കോൾ അൺലിമിറ്റഡ് അല്ലേ. 100 SMS ഡെയിലി ഉണ്ട്. ഞാൻ ചെയ്യുന്ന റീചാർജ് അങ്ങനെയാണ്. ഡെയിലി 1.5 GB ഡാറ്റ, പിന്നെ കോൾ അൺലിമിറ്റഡ്, ഡെയിലി 100 മെസ്സേജസ്. അപ്പം കോൾ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ഫോൺ വിളിച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ആവശ്യം നിങ്ങളുടെയും കൂടിയാണ്. ഇനിയിപ്പോൾ ഇനി കോളിന് വേണ്ടി പ്രത്യേകം പൈസ ഇടണമെങ്കിലും കുഴപ്പമില്ല. കാരണം ആവശ്യം എന്താണ് നമ്മുടെയാണ്. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ തരിക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരണമെന്ന് നിർബന്ധമില്ല. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും പിള്ളേരെ കിട്ടും. അവരെന്തായാലും സീറ്റ് വേക്കൻസി തികയ്ക്കും എങ്ങനെയും. അത് നിങ്ങൾ ചെന്ന് അവിടെ കയറണം എന്ന് അവർക്കൊരു നിർബന്ധവുമില്ല. അപ്പോൾ ആവശ്യം എൻ്റേതാണ്, എനിക്കാണ് അഡ്മിഷൻ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അഡ്മിഷൻ വേണ്ടതെന്ന് ഒരു സ്വന്തം ബോധത്തോടെ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക. എന്നിട്ട് അവരെ വിളിക്കുക. സാറേ, എനിക്ക് ഇത്രാം സ്ഥാനമാണ്, എനിക്ക് ഇന്ന പോലെയാണ്, ഇത്ര സാറാണ്, അപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന്. അന്നേരം അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, പറയും നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ എന്ത് ചെയ്യും, അവർ 2 രീതിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് നോക്കാം, ഇപ്പോൾ നമ്മൾ മുമ്പിലുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വേക്കൻസി ലിസ്റ്റ് വന്നാൽ വിളിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ മറുപടി ഇങ്ങനെ ആയിരിക്കും, ഇന്ന റാങ്ക് ആണെങ്കിൽ താരെ ആരുമില്ല, നാളെ എന്ത് ചെയ്തോ രക്ഷിതാക്കളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് TCയും CCയും TCയും സ്വഭാവ സർട്ടിഫിക്കറ്റൊക്കെ കൂട്ടിവന്ന് മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വന്ന് അഡ്മിഷൻ എടുത്തോ. അങ്ങനെയായിരിക്കും പറയുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫോണിൽ കോൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടോ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഘട്ടമാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കോൾ വന്നെന്ന് വരില്ല, ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ എപ്പോഴും ഒരു ഫോണിൽ വന്നാൽ മെസ്സേജ് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മെസ്സേജ്. കാരണം എപ്പോഴും അൺനോൺ മെസ്സേജുകളായിരിക്കും വരുന്നത്. നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. OTPയുടെ കാര്യത്തിന് മാത്രമേ കോൾ നോക്കാറുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളെന്ത് ചെയ്യണം, മെസ്സേജ് നോക്കണം. ഗവൺമെൻറ് IT നിന്നും മെസ്സേജ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കണം. അഡ്മിഷനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ജിമെയിൽ വരുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കണം. നിങ്ങൾക്ക് ജിമെയിൽ വഴിയും നിങ്ങൾക്ക് വരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ അഡ്മിഷനായി നിങ്ങളെന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം എന്ത് ചെയ്യാം, ഇമെയിൽ IDയിലേക്കും അവർക്ക് മെസ്സേജ് അയക്കാം നിങ്ങളോട് അഡ്മിഷന് ഹാജരാകാൻ പറഞ്ഞ്. അങ്ങനെയാണ് 3 രീതിയിലായിരിക്കും മെസ്സേജ്. അപ്പോൾ കോൾ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. മെസ്സേജ് ആയിട്ടും വരാം, ജിമെയിൽ ആയിട്ടും വരാം, അങ്ങനെയൊക്കെ തന്നെ വരാം. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇതൊന്നും വന്നെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്പർ എടുത്ത് അവരെ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. ഇപ്പോൾ 10 IT കോളേജ് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി 10 അല്ലെങ്കിൽ 5 IT കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. 5 IT കോളേജിലേക്കും എന്ത് ചെയ്യുക, അവരെ കോൺടാക്റ്റ് ചെയ്യുക. ശേഷം അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അഡ്മിഷൻ അവർ നിങ്ങളോട് വന്നോളാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഏതായാലും അഡ്മിഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മെട്രിക്കിൻ്റെയും നോൺ മെട്രിക്കിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് 2 ദിവസം ഒരു 3-4 ദിവസം മുമ്പ് തന്നെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില കോളേജസിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ചില കോളേജസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കോളേജസിൻ്റെ മാത്രമേ പ്രസിദ്ധീകരിക്കാത്തുള്ളൂ. ബാക്കി ഏകദേശമുള്ള മുഴുവൻ കോളേജുകളുടെയൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ പ്രസിദ്ധീകരിക്കാത്ത കോളേജുകളുടെ എല്ലാം ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ IT റാങ്ക് ലിസ്റ്റ് ഏകദേശം എല്ലാ കോളേജുകളിലും, മിക്ക കോളേജുകളുടെയും IT റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി 1-2 വളരെ ചുരുക്കം വിരലിലെണ്ണാൻ പറ്റുന്ന കോളേജുകൾ മാത്രമേ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.